ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി ഇബ്രഹാം. പ്രധാന വാർത്തകൾ. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ-US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ നിരന്തര പിന്തുണ നൽകുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആഹ്വാനം പ്രധാനമന്ത്രി ആവർത്തിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോള സമാധാനം, സുരക്ഷ, പ്രാദേശിക വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. 4 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയ US സ്റ്റേറ്റ് സെക്രട്ടറി ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. ഇൻഡോ പസഫിക് മേഖലയിലെ അമേരിക്കൻ നയങ്ങളുടെ അടിസ്ഥാന ശിലയാണ് ഇന്ത്യയെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപിച്ച $20 ബില്യൺ പാക് സിലിക്കയിൽ ഇന്ത്യ ഒപ്പുവെച്ചതിലും ഇത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ US എംബസി സപ്പോർട്ട് അനക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റൂബിയോ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. വരും വർഷങ്ങളിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ പ്രധാന കയറ്റുമതിക്കാരായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ ആർട്ടിലറി ഷെൽ നിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം 50% ഉയർത്തുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. आत्मनिर्भर भारत और मेक इन इंडिया के लिए प्राइवेट सेक्टर की एनर्जी का उपयोग आवश्यक है. इसलिए पॉलिसी रिलेटेड रिफॉर्म्स, नीतिगत सुधार भी किए गए. FDI को, फॉरेन डायरेक्ट इन्वेस्टमेंट को लिबरलाइज किया गया. पॉजिटिव इंडिजिनाइजेशन लिस्ट लाई गई. हम लोगों ने एक लंबी लिस्ट मोर देन 5000 आइटम्स की तैयार की है. इस पॉजिटिव इंडिजिनाइजेशन लिस्ट में आइटम्स हैं. हम उनको निर्धारित समय के अंदर हम भारत की धरती पर बनाएंगे. हम दुनिया के किसी देश से उसको इम्पोर्ट नहीं करेंगे. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വ്യാപാരം, നിക്ഷേപം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്നിവ ചർച്ച ചെയ്യും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നടത്തിയ ഇന്ത്യ സന്ദർശന വേളയിലാണ് ചർച്ചകൾക്കുള്ള നിബന്ധനകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ തൊഴിൽ ഗ്യാരണ്ടി 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി നിയമങ്ങൾ, കേന്ദ്ര ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കൌൺസിൽ നിയമങ്ങൾ, പരാതി പരിഹാര നിയമങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കരട് നിയമങ്ങളാണ് പൊതുജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിനായി നൽകിയിരിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. സമയബന്ധിതവും സുതാര്യവും ഉത്തരവാദിത്തപരവുമായ വേതന വിതരണത്തിന് ശക്തമായ ഊന്നൽ നൽകുന്ന പുതിയ നിയമം നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പുതിയ നിയമം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇറാനുമായുള്ള സമാധാന കരാറിന്റെ ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇസ്രായേലിന് പുറമെ സൌദി അറേബ്യ, UAE, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായി ട്രംപ് പറഞ്ഞു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിലെത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി പ്രതികരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് വിജയം. ലക്നൌ ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് മറികടന്നു. നായകൻ ശ്രേയസ് അയ്യരുടെ അപരാജിത സെഞ്ചുറിയാണ് പഞ്ചാബിന് വിജയം സമ്മാനിച്ചത്. 72 റൺസ് നേടിയ ജോഷ് ഇംഗ്ലിസാണ് ലക്നൌവിന്റെ ടോപ്പ് സ്കോറർ. ഇന്ന് ഉച്ചയ്ക്ക് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും വൈകിട്ട് 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൽക്കർ ചുമതലയേൽക്കും. GST കമ്മീഷണറായി PB നൂഹിനെ നിയമിച്ചു. ഈ ചുമതല വഹിച്ച പാട്ടീൽ അജിത് ഭഗവത് റാവുവിന് ധനവകുപ്പ് സെക്രട്ടറിയായാണ് മാറ്റം. ആലപ്പുഴ കളക്ടർ K. ഇമ്പശേഖരനെ വാട്ടർ അതോറിറ്റി MD ആയി നിയമിച്ചു. ഷാജി V. നായരാണ് പുതിയ ആലപ്പുഴ കളക്ടർ. കണ്ണൂർ കളക്ടർ അരുൺ K. വിജയന് വ്യവസായ വകുപ്പ് ഡയറക്ടറായാണ് മാറ്റം. KSIDC മാനേജിംഗ് ഡയറക്ടർ ചുമതലയും നൽകി. വ്യവസായ വകുപ്പ് ഡയറക്ടർ P. വിഷ്ണുരാജിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി നിയമിച്ചു. കോഴിക്കോട് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എൻട്രൻസ് കമ്മീഷണറാകും. പാലക്കാട് കളക്ടർ MS മാധവിക്കുട്ടിയെ കോഴിക്കോട്ടേക്ക് മാറ്റി. K. സുധീറാണ് പുതിയ പാലക്കാട് കളക്ടർ. പത്തനംതിട്ട കളക്ടർ S. പ്രേംകൃഷ്ണനെ ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. കിലാർ ഡയറക്ടർ A. നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കളക്ടർ. കൊല്ലം കളക്ടർ N. ദേവിദാസ് കിലാർ ഡയറക്ടറാകും. വ്യവസായ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം കളക്ടർ. ആലപ്പുഴ സബ് കളക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.